ഞാൻ സുമ ടീച്ചർ, സുമാ ശിവദാസ്. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ഞാൻ ഒരകടംപകടം വേഷത്തിലാണ് വന്നിരിക്കുന്നത്. മിന്നിത്തിളങ്ങിയാണ് നിൽക്കുന്നത്. അങ്ങനെ പതിവില്ലാത്തതാണ്, പക്ഷെ ഇങ്ങനെ ആയിപ്പോയി, അത്രയേ ഉള്ളൂ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ രസം. ഒരു പൈനാപ്പിൾ രസവും ഒരു പൊടിയും ചേർക്കാത്ത ഒരു നല്ല രസവും ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ പൈനാപ്പിൾ രസം അല്പം വ്യത്യാസമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിന് പുളി ചേർക്കുകയില്ല, അത് അങ്ങനെയൊരു വ്യത്യാസം. അപ്പം ഞാനൊരു 1 ലിറ്റർ വെള്ളം ഈ പാത്രത്തിലോട്ട് ഒഴിക്കുന്നു. അതിലേക്ക് കരിയേപ്പില ശകലം ഇട്ടു, ഒരു 1.5 ടീസ്പൂൺ ഉപ്പിട്ടു, ഒരു 1/4 ടീസ്പൂൺ കുറച്ച് കായപ്പൊടി ഇട്ടു. ഇവിടെ വറുത്ത് പൊടിച്ച കായപ്പൊടിയായിട്ടത്. ഇനി 2 തക്കാളി കുറച്ച് പൊടിയായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്, അതും ഇട്ടു. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു. ഇത് സാമ്പാർ പൊടിയാണ്. ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ച സാമ്പാർ പൊടിയാണ്. ഇപ്പോൾ എല്ലാ കൂട്ടവുമായി ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. ഒരു 10 മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കണം. അത് കഴിഞ്ഞിട്ട് മതി ബാക്കി ഭാഗങ്ങളൊക്കെ ചേർക്കാൻ. പ്രത്യേകിച്ച് അളവൊന്നും വേണ്ട, കാരണം കൂടി പോകാതിരുന്നാൽ മതി. ഞാനൊരു കാര്യം ഇപ്പോൾ പറയാം നിങ്ങളോട്, അതൊരു പ്രത്യേക പോയിൻ്റാണ് ഇതിലെ. അതായത് ഞാൻ എന്തുകൊണ്ടാണ് സാമ്പാർ പൊടി ഇട്ടത് എന്ന് നിങ്ങൾ വിചാരിക്കും. രസപ്പൊടി നിങ്ങൾക്ക് കയ്യിലില്ലെങ്കിലും നല്ല ഒന്നാന്തരം ഒരു രസമുണ്ടാക്കാം. സാമ്പാർ പൊടി 1 സ്പൂൺ ഇട്ടാൽ മതി പകരം. ഇത് 1 സ്പൂൺ കുരുമുളക്, ഇതൊരു 4-5 വെളുത്തുള്ളി കീറിയത്, ഇത് 1 സ്പൂൺ ജീരകം, ഇത് 3ഉം കൂടി ചതച്ചിട്ട് ലാസ്റ്റ് ഇതും ഇടും. കടുക് വറക്കുന്ന അതിൻ്റെ കൂട്ടത്തിൽ ലാസ്റ്റ് ഇട്ടേച്ച് ഇടാം. പക്ഷേ ഞാനിതങ്ങനെ എണ്ണയിലിട്ടാണേലും ഒന്നും മൂപ്പിക്കാറ് പതിവില്ല, പച്ചയ്ക്കായിടുന്നേ. അതുകൊണ്ട് ഇതൊന്ന് ചതച്ചുകൊണ്ട് വരട്ടെ. ഇപ്പം നന്നായിട്ട് തിളച്ചു. ഇങ്ങനെ 10 മിനിറ്റ് തിളയ്ക്കട്ടെ. തീ താത്തി ഇട്ടിരിക്കുക. 10 മിനിറ്റിൽ അല്പം കൂടെ കൂടുതൽ തിളച്ചു. ഇത്രയൊക്കെ വെന്താൽ മതി. തക്കാളിക്കായല്ലേ, രസവുമല്ലേ. കണ്ടോ, ഇപ്പം തന്നെ അതിനൊരു രസത്തിൻ്റെ കളറൊക്കെ വന്നു, കണ്ടോ ഇല്ലേ. ഇനി നമ്മൾ ചേർക്കേണ്ടത് എന്താണെന്ന് നോക്കുക. ഇത് പരിപ്പ് വേവിച്ചതാണ്. പരിപ്പാണ് അടി കിടക്കുന്നത്, ശകലം കലങ്ങിയൊക്കെ കിടപ്പുണ്ട്. ഞാനിന്ന് സാമ്പാറും കൂടെ വയ്ക്കുന്നുണ്ട്, അതുകൊണ്ട് പരിപ്പ് വേവിച്ച വെള്ളം അതിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തു, വേറെ വേവിക്കേണ്ടി വന്നില്ല. അപ്പോൾ ഇതിലോട്ടൊഴിക്കണം. തീർച്ചയായിട്ടും എല്ലാ രസത്തെയും രസമാക്കുന്നത് പരിപ്പിൻ്റെ വെള്ളം കൂടെയാണ്. തന്നെയല്ല, ന്യൂട്രീഷൻ കൂടുകയും ചെയ്യും. പ്രോട്ടീൻ ആയതുകൊണ്ട് ഇത് വളരെ നല്ലതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ലോണം ഒഴിച്ചു. ഇനിയും തിളച്ച് തുടങ്ങണം. അടുത്തതായിട്ട് പൈനാപ്പിളിൻ്റെ ജ്യൂസ് ഒഴിക്കണം. അളവൊന്നുമില്ല കേട്ടോ, നമ്മൾ ആവശ്യത്തിനൊക്കെ ഒഴിച്ചാൽ മതി. ഇതാണ് പൈനാപ്പിൾ ജ്യൂസ്. അപ്പോൾ പൈനാപ്പിൾ ജ്യൂസും ഒരു 2 കപ്പ് ഒഴിച്ചു. കുറച്ച് പൈനാപ്പിൾ ജ്യൂസ്, അത് നിങ്ങൾക്ക് 1 കപ്പേ ഉള്ളേ അത് മതി. എനിക്ക് 2 കപ്പ് എടുക്കാനുണ്ടായിരുന്നു, 1 കപ്പ് മിച്ചമുണ്ട്. അത് നമുക്ക് ഉപയോഗിക്കാമല്ലോ, വീടല്ലേ. ഇനി വേണ്ടത് പൊടിയായിട്ട് നുറുക്കിയ കഷ്ടിച്ച് 1 കപ്പ് നിറച്ച് പൈനാപ്പിൾ കഷ്ണങ്ങൾ. നോക്കൂ, നമ്മൾ പൈനാപ്പിൾ കഷ്ണങ്ങളും ചേർത്തു. ഇതൊന്ന് തിളയ്ക്കട്ടെ. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് തിളച്ചു. കണ്ടോ, നല്ല കുമുകുമാന്ന പൈനാപ്പിൾ മണം വരുന്നത്. കണ്ടമാനം നമ്മൾ തിളപ്പിക്കണ്ട. ഇനി ഇതിലേക്ക് ബാക്കി സാധനങ്ങൾ ചേർക്കണം. എന്തെന്നാ ബാക്കി സാധനങ്ങൾ? നമ്മൾ ഇതുവരെ പുളി ചേർത്തിട്ടില്ല. കുറച്ച് പുളിയെടുത്ത് കലക്കി ചേർക്കാൻ പോകരുത്. പകരം തീ ഓഫ് ചെയ്തിട്ട് ചെറുനാരങ്ങ നീര് മാത്രമേ ഇതിന് ചേർക്കാൻ പാടുള്ളൂ. അതിവിടെ റെഡിയായിട്ടിരിപ്പുണ്ട്. ഒരു 1 ടേബിൾ സ്പൂണൊക്കെ മതി. സ്വല്പം മധുരം തന്നെയാണ് ഇതിന് കിട്ടേണ്ടത്. ഇഡ്ഡലിയുടെ കൂടെയാണെങ്കിലും ചോറിൻ്റെ കൂടെയാണെങ്കിലും കഴിക്കേണ്ടത് ഈ കഷ്ണങ്ങൾ പ്ലേറ്റിൽ വന്നാൽ ആ കഷ്ണങ്ങളോടുകൂടി ഒന്നും കളയാനില്ല. ഇതാണ് നമ്മുടെ ജീരകം, വെളുത്തുള്ളി, കുരുമുളക് ഇത്രയും കൂട്ടി ചതച്ചതാണ്. ഇതിൻ്റെ സ്മെല്ലും കളയരുത്. ചെറിയ ജീരകമാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ ആദ്യം ഇട്ട ഉപ്പേ ഉള്ളൂ. ആ ഉപ്പ് പോരായിരിക്കും. അതുകൊണ്ട് അവസാനമായിട്ട് ഞാൻ കൈകൊണ്ട് ഇത്തിരി ഉപ്പ് ചേർക്കുക. കൈകൊണ്ട് ഉപ്പ് ചേർക്കാവുള്ളൂ എന്നൊരു പറച്ചിലുണ്ട് പണ്ടേ തൊട്ടേ. ഇനി നമ്മൾ മല്ലിയില ചേർക്കുന്നു.
തീർന്നില്ല, ഓഫ് ചെയ്തു. നമ്മൾ ചെയ്യാൻ പോകുന്നത് നാരങ്ങാനീര് 1 ടേബിൾ സ്പൂൺ, ഒരെണ്ണവും ഞാൻ ചേർത്തിട്ടുണ്ട്. ഓഫ് ചെയ്തു. ഇനി തിളയ്ക്കണ്ട. ബാക്കി എല്ലാ കുട്ടവുമായി ഇനി ഇതൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. കടുക്, മുളക്, പിന്നെ കരിവേപ്പില ഇത്രയും പൊട്ടിച്ചൊഴിക്കുക. അങ്ങനെ നല്ല ചുടുചുടാ രസം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി കടുക് പൊട്ടിച്ചാൽ മതി. ഈ കടുക് ഇറക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. നിങ്ങളെങ്ങനെ എപ്പോൾ രസം വെച്ചാലും തീർച്ചയായിട്ടും അത് നെയ്യ് ചേർത്തേ കടുക് ഇറക്കുള്ളൂ. എങ്കിലേ ആ രസത്തിന് നല്ല രസം വരുള്ളൂ. ഞാനിപ്പോൾ ചെറിയ സ്പൂണായത്, ഇച്ചിരി കൂടിപ്പോയാലും നല്ലതാണ്. ദേ ഈ നെയ്യ് ഒഴിച്ചത് എന്തിനാണെന്നും കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ നെയ്ക്കകത്ത്, പ്രത്യേകിച്ച് ഉരുക്ക് നെയ്യിൽ വൈറ്റമിൻ ഡി സ്വല്പം നല്ലപോലെയുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വരാതിരിക്കാനും കൂടിയാണ് ഈ 2 സ്പൂൺ നെയ്യെടുത്ത്, അതിൽ ഒരു ഓയിലും അല്ല ചേർത്തത്, നെയ്യാണ്. അപ്പോൾ അതിൽ കടുക് ഇറക്കാൻ കാരണം അതാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മുടെ കാർന്നോന്മാരൊക്കെ രാവിലെ ചക്കരക്കാപ്പി കുടിക്കുവാണെങ്കിൽ അതിൽ നെയ്യിടും. കട്ടൻ കാപ്പിക്കകത്തും സ്വല്പം നെയ്യ് ഇട്ടിട്ടേ അവർ കുടിക്കാറുള്ളൂ, പല കാർന്നോന്മാരും. അപ്പോൾ നമ്മുടെ നല്ല ചുടുചുടാ രസം കൂട്ടി ചുടുചുടാ ചോറോ ചുടുചുടാ ഇഡ്ഡലിയോ ദോശയോ ഒക്കെ വടകളോ ഏത് വേണേലും കഴിക്കാം. കഴിക്കുമ്പോൾ ഈ പൈനാപ്പിളിൻ്റെ ആ പൊടിയായിട്ട് അരിഞ്ഞിട്ട കഷ്ണമോ തക്കാളിയുടെ കഷ്ണമോ ഒന്നും കളയരുത്. തീർച്ചയായിട്ടും അതും ഉപയോഗിച്ചോളണം. പിന്നെ ഇതിന് ഞങ്ങളിന്നിവിടെ പച്ചരിച്ചോറാണ് വെച്ചിരിക്കുന്നത്. പച്ചരിച്ചോറ് ഈ പൊന്നിയരി, ഊണുപൊന്നി. രസത്തിൻ്റെ കൂടെ പച്ചരിച്ചോറും പപ്പടവും മാത്രം മതി. പപ്പടം ഇല്ലെന്നിരിക്കട്ടെ, വെളുത്ത ഉപ്പേരി ഇരിപ്പുണ്ടെങ്കിൽ അത് നല്ലതാണ് ഇതിൻ്റെ കൂടെ. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. വളരെ നല്ല സ്വാദുള്ള രസമാണിത്. നന്ദി, നമസ്കാരം.